യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 2. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹമുണ്ടായിരുന്നു. യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യരെയും വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു. എന്നാൽ വീഞ്ഞ് തികയാതെ വന്നപ്പോൾ യേശുവിൻ്റെ അമ്മ അവർക്ക് വീഞ്ഞ് ഒട്ടുമില്ല എന്ന് യേശുവിനോട് പറഞ്ഞു. അതിന് യേശു, സ്ത്രീയെ, എനിക്കും നിനക്കും ഇതിൽ എന്ത് കാര്യം? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ യേശുവിൻ്റെ അമ്മ പരിചാരകരോട് ഇപ്രകാരം പറഞ്ഞു, അദ്ദേഹം നിങ്ങളോട് കൽപ്പിക്കുന്നത് എന്താണെങ്കിലും അത് ചെയ്യുക. യഹൂദന്മാരുടെ ശുദ്ധീകരണത്തിനുള്ള ആചാരത്തിനായി വെള്ളം നിറച്ച് വയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 പറ വെള്ളം കൊള്ളുമായിരുന്നു. യേശു പരിചാരകരോട്, ഈ ഭരണികളിൽ വെള്ളം നിറയ്ക്കുക എന്ന് പറഞ്ഞു. അവർ ഭരണികളുടെ വക്കോളം വെള്ളം നിറച്ചു. അനന്തരം ഇതിൽ നിന്നും കുറെ കോരിയെടുത്ത് വിരുന്നിൻ്റെ മേൽനോട്ടക്കാരന് കൊടുക്കുക എന്ന് പറഞ്ഞു. അവർ അത് കൊണ്ടുപോയി അദ്ദേഹത്തിന് കൊടുത്തു. വീഞ്ഞായി തീർന്ന വെള്ളം മേൽനോട്ടക്കാരൻ രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് വെള്ളം കോരിയ പരിചാരകരല്ലാതെ മേൽനോട്ടക്കാരൻ അറിഞ്ഞിരുന്നില്ല. മേൽനോട്ടക്കാരൻ മണവാളനെ വിളിച്ചു, എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും യഥേഷ്ടം കുടിച്ചതിന് ശേഷം താണതരം വീഞ്ഞും വിളമ്പുന്നു. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. ഇങ്ങനെ യേശു ഗലീലയിലെ കാനായിൽ അടയാളങ്ങളുടെ ആരംഭമായി ഇത് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അങ്ങനെ ശിഷ്യരും യേശുവിൽ വിശ്വസിച്ചു. അതിനുശേഷം അമ്മയുടെയും സഹോദരന്മാരുടെയും ശിഷ്യരുടെയും കൂടെ യേശു കഫർന്നഹൂമിലേക്ക് പോയി. അവിടെ അവർ കുറച്ച് ദിവസങ്ങൾ താമസിച്ചു. യഹൂദന്മാരുടെ പെസഹ സമീപിച്ചിരുന്നത് കൊണ്ട് യേശു യെരുശലേമിലേക്ക് പോയി. ദേവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും അവിടെ മേശയിട്ടിരുന്ന് നാണയവിനിമയം ചെയ്യുന്നവരെയും കണ്ടു. അപ്പോൾ കയറുകൊണ്ടൊരു ചാട്ടയുണ്ടാക്കി ആടുമാടുകളോടുകൂടെ അവരെ എല്ലാവരെയും യേശു ദേവാലയത്തിൽ നിന്നും പുറത്താക്കി. നാണയവിനിമയം ചെയ്യുന്നവരുടെ നാണയങ്ങൾ ചിതറിച്ച് മേശകൾ മറിച്ചിട്ടു. തുടർന്ന് പ്രാവുകളെ വിൽക്കുന്നവരോട്, ഇവയെ ഇവിടെ നിന്നും എടുത്തു കൊണ്ടുപോകുക, എൻ്റെ പിതാവിൻ്റെ ആലയത്തെ കച്ചവട സ്ഥലമാക്കരുത് എന്ന് പറഞ്ഞു. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ ദഹിപ്പിക്കുമെന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ യേശുവിൻ്റെ ശിഷ്യർ ഓർത്തു. ഇതൊക്കെ ചെയ്യാൻ താങ്കൾക്ക് അധികാരമുണ്ടെന്നതിന് ഞങ്ങൾക്ക് എന്ത് അടയാളം കാണിച്ചു തരാനുണ്ട് എന്ന് യഹൂദന്മാർ യേശുവിനോട് ചോദിച്ചു. ഈ ദേവാലയം തകർക്കുക, 3 ദിവസം കൊണ്ട് ഞാനത് ഉയർത്തും എന്ന് യേശു മറുപടി പറഞ്ഞു. യഹൂദന്മാർ അപ്പോൾ യേശുവിനോട്, ഈ ദേവാലയം 46 വർഷം എടുത്താണ് നിർമ്മിച്ചത്. താങ്കൾ 3 ദിവസം കൊണ്ട് അതിനെ പണിയുമെന്നോ എന്ന് ചോദിച്ചു. എന്നാൽ തൻ്റെ ശരീരമെന്ന ദേവാലയത്തെക്കുറിച്ചാണ് യേശു പറഞ്ഞത്. യേശു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ശേഷം താൻ ഇങ്ങനെ പറഞ്ഞിരുന്നുവെന്ന് ശിഷ്യർ ഓർത്തു. തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു. പെസഹ പെരുന്നാളിൽ യെരുശലേമിൽ ഇരിക്കുമ്പോൾ യേശു ചെയ്യുന്ന അടയാളങ്ങൾ കണ്ടിട്ട് പലരും തൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. എന്നാൽ എല്ലാവരെയും അറിയാവുന്നതിനാൽ യേശു തന്നെ അവരെ ഏൽപ്പിച്ചില്ല. മനുഷ്യനുള്ളത് എന്താണെന്ന് സ്വയം അറിഞ്ഞിരുന്നത് കൊണ്ട് തനിക്കൊരു മനുഷ്യനെക്കുറിച്ചും ആരുടെയും സാക്ഷ്യപ്പെടുത്തൽ ആവശ്യമില്ലായിരുന്നു.